മിക്കവാറും ഉണ്ടല്ലോ തിങ്കളാഴ്ചകളിലൊക്കെ നമ്മളുടെ വീട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, ദോശ, ചമ്മന്തി, സാമ്പാർ ആ വക സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലേ. അപ്പം നല്ല അടിപൊളി ഒരു കുഷ്ബു ഇഡ്ഡലിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോണത്. അപ്പം അതിന് ആദ്യം തന്നെ ഉണ്ടല്ലോ 1.5 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഈ കുടിക്കുന്ന വെള്ളമില്ലേ ആ വെള്ളത്തിൽ വേണട്ടോ ഇത് സോക്ക് ചെയ്തിടാനായിട്ട്. എന്നിട്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ അരക്കാനും കൊടുക്കുന്നത്, അത് മറന്നു പോകണ്ട. എന്നിട്ടുണ്ടല്ലോ കുറേശ്ശെ ആയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഏറ്റവും അവസാനമായിട്ടേ എൻ്റെ ഒരു 3 പിടി ചോറും കൂടി ആട്ടോ ഞാൻ കൂട്ടി അരച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ കർമ്മന്മാരൊക്കെ പറയുന്നോട്ട് തന്നെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയയും ഈ മാവിലുള്ള ബാക്ടീരിയയും കൂടെ ഒന്നാകുമ്പോഴാണ് അത്രയും മാവ് ഇങ്ങനെ പൊങ്ങി വരണത്. നേരാണോ എന്തോ എനിക്കറിയില്ല കേട്ടോ, കേട്ടിരിക്കുന്നതാണ് അങ്ങനെ. ഇനി നമ്മുടെ മാവുണ്ടല്ലോ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടി അങ്ങനെ നീക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി ആട്ടി വെച്ചാൽ രാവിലേക്ക് ഇതേപോലെ മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ചുട്ടെടുത്താൽ മതി. പിന്നെ ഉണ്ടല്ലോ 2-3 ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാക്കണമെങ്കിലേ എല്ലാത്തിലും കൂടെ കൊണ്ടുപോയി ഉപ്പിടണ്ട കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം ഉപ്പിട്ട് കലക്കി എടുത്താൽ മതി. ബാക്കി നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റിക്കോ. ഈ ഇഡ്ഡലി തന്നെ 2 ടൈപ്പിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടാ. ചിലവരിങ്ങനെ സാമ്പാറും ചമ്മന്തിയും ഇഡ്ഡലിയും ഒക്കെ കൂടെ കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിക്കും. ചിലവർ ജസ്റ്റ് സാമ്പാറിലൊന്ന് മുക്കുക, ചമ്മന്തിയിലൊന്ന് മുക്കുക, കഴിക്കുക. ഞാൻ പക്ഷെ ആദ്യം പറഞ്ഞ ടീമിലുള്ളതാട്ടോ, അങ്ങോട്ട് കൂട്ടി കുഴച്ചെടുത്ത് കഴിക്കുക. അതിൻ്റെ ആ ഒരു ഫീല് വേറെ അല്ലേ. നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം? മുക്കി കഴിക്കാനാണോ ഇതേപോലെ